എല്ലാവർക്കും നമസ്കാരം. പലരും കരുതുന്നത് കർമ്മമാണ് ജീവിതത്തിലെ അന്തിമ സത്യം എന്നാണ്. ഓരോ പ്രവൃത്തിക്കും ഓരോ ഫലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓരോ ഫലവും മറ്റൊരു പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. അങ്ങനെ ജീവിതം അനന്തമായി മുന്നോട്ടു പോകുന്നു. എന്നാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ വളരെ അത്ഭുതകരമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. പ്രവൃത്തികൾ തുടരുമ്പോഴും സ്വാതന്ത്ര്യം കണ്ടെത്താൻ കഴിയുന്ന ഒരു ദർശനമുണ്ടെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. അതിനെയാണ് അകർമ്മം എന്ന് വിളിക്കുന്നത്. അതാണ് കർമ്മത്തിന്റെ അവസാന രഹസ്യം. ഭഗവത്ഗീതയിൽ വളരെ മനോഹരമായ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു താമര ഇലയുടെ ഉദാഹരണമാണിത്. നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ. ഒരു താമര ഇല 24 മണിക്കൂറും വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഒരു തുള്ളി വെള്ളം പോലും ആ ഇലയിൽ പറ്റിപ്പിടിക്കുന്നില്ല. ഇതുപോലെ അകർമ്മത്തെ മനസ്സിലാക്കുന്ന ജ്ഞാനി എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു കർമ്മവും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർമ്മ ആൻഡ് ഫ്രീഡം എന്ന വീഡിയോ സീരീസിന്റെ അവസാനത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ പരമ്പരയിലൂടെ നമ്മൾ കർമ്മ നിയമത്തെ വളരെ ആഴത്തിൽ മനസ്സിലാക്കി. എന്താണ് കർമ്മ നിയമം, ആരാണ് കർമ്മം ചെയ്യുന്നത്, ജനന മരണ രഹസ്യം എന്തൊക്കെയാണ്, കർമ്മബന്ധം എങ്ങനെ സംഭവിക്കുന്നു, കർമ്മി, കർമ്മയോഗി, പുണ്യം, പാപം, സ്വർഗം, നരകം, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ കർമ്മത്തിന്റെ അവസാന രഹസ്യമായ അകർമ്മത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പുതിയ ആളാണെങ്കിൽ പഴയ വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർമ്മ നിയമത്തെക്കുറിച്ച് സമഗ്രമായൊരു ചിത്രം ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് അകർമ്മം എന്താണെന്ന് മനസ്സിലാക്കാം. കർമ്മ നിയമത്തിന്റെ ഈ വീഡിയോ സീരീസ് ആരംഭിച്ചത് തന്നെ ഭഗവത്ഗീതയിലെ കർമ്മത്തിന്റെ സങ്കീർണതയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ശ്ലോകം നോക്കിയായിരുന്നു. ഈ പരമ്പരയുടെ അവസാനത്തെ വീഡിയോയിലും നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി മനസ്സിലാക്കാം. 4-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകമാണത്. കർമ്മണോ ഹ്യപി ബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. ഈ ശ്ലോകത്തിന്റെ അവസാന വരി ശ്രദ്ധിക്കൂ. ഗഹന കർമ്മണോ ഗതിഃ. ഗഹനം എന്ന വാക്കിന് ഹൈലി കോംപ്ലിക്കേറ്റഡ് എന്നാണ് അർത്ഥം. അതായത് സങ്കീർണമായത്, ആഴത്തിലുള്ളത്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നൊക്കെയാണ് അർത്ഥം. ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് കർമ്മത്തിന്റെ ഗതി, അതായത് കർമ്മം സഞ്ചരിക്കുന്നത്, കർമ്മഫലം സംഭവിക്കുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ശ്ലോകത്തിന്റെ ആദ്യത്തെ 3 വരികളാണ്. 1-ാമത്തെ വരിയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അർജുന കർമ്മണോഹ്യപി ബോധവ്യം. നീ കർമ്മങ്ങൾ എന്താണെന്ന് ശരിക്ക് മനസ്സിലാക്കണം. 2-ാമത്തെ വരിയിൽ പറയുന്നു, ബോധവ്യം ച വികർമ്മണഃ. നീ വികർമ്മണം എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കണം. 3-ാമത്തെ ഏറ്റവും പ്രധാനമായ ഉപദേശം ഇതാണ്, അർജുന കർമ്മവും വികർമ്മവും മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഇതിന്റെ എല്ലാം ഉയർന്ന തലത്തിലുള്ള അകർമ്മം എന്താണെന്നും നീ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് കർമ്മബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായി മോചിതനാകാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 3 കർമ്മങ്ങളെക്കുറിച്ചും അകർമ്മത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. കർമ്മത്തിന്റെ സഞ്ചാരഗതി നമ്മൾ നേരത്തെ മനസ്സിലാക്കി. സാധാരണയായി നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ഒരു കർമ്മം ചെയ്യുന്നു, അതിന്റെ ഫലം വരുന്നു, അനുഭവിക്കുന്നു. എന്നാൽ അത് വളരെ ആഴത്തിലുള്ളതും സങ്കീർണവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു കർമ്മം 7 തരത്തിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഴയ വീഡിയോകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഭഗവത്ഗീതയുടെ കർമ്മവും വികർമ്മവും അകർമ്മവുമാണ് സംസാരിക്കുന്നത്. ഭഗവത്ഗീതയുടെ സാഹചര്യത്തിൽ കർമ്മം എന്നത് ധർമ്മത്തിന് അനുസരിച്ചുള്ള പ്രവൃത്തികളാണ്. ശാസ്ത്രങ്ങൾ ശുപാർശ ചെയ്യുന്ന വ്യക്തിക്കും സമൂഹത്തിനും ഗുണകരമായ പ്രവൃത്തികൾ. ഉദാഹരണത്തിന് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, സത്യം പറയുക, അഹിംസ പ്രവൃത്തിയിൽ കൊണ്ടുവരിക, സേവനം, സത്യസന്ധമായ ജീവിതം, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. നമ്മൾ പഴയ വീഡിയോകളിൽ കർമ്മയോഗത്തെക്കുറിച്ചും സാത്വിക കർമ്മങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട്. കർമ്മത്തിന്റെ നേരെ വിപരീതമായ കർമ്മങ്ങളാണ് വികർമ്മം. ധർമ്മത്തിന് വിരുദ്ധമായ കർമ്മങ്ങൾ, ശാസ്ത്രങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം വികർമ്മങ്ങളാണ്. ഉദാഹരണം, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരിക്കുക, ഹിംസിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കുക, മോഷ്ടിക്കുക. ഇത് നമുക്ക് മനസ്സിന് ദുഃഖവും അശാന്തിയും കൊണ്ടുതരുന്നു. ചുരുക്കി പറഞ്ഞാൽ ബന്ധനവും ദുഃഖവും സൃഷ്ടിക്കുന്ന
ശാസ്ത്രം വിലക്കുന്ന പ്രവൃത്തികളാണ് വികർമ്മം. എന്നാൽ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന കർമ്മങ്ങളാണ് കർമ്മം. ഇവ രണ്ടും കർമ്മഫലങ്ങളെ ഉണ്ടാക്കുന്നു. അത് ഒരു ജീവനെ സംസാര ചക്രത്തിൽ ബന്ധിപ്പിക്കുന്നു. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ മൂന്നാമത്തെ ഒരു കർമ്മം, അതായത് അകർമ്മം നമ്മളെ പരിചയപ്പെടുത്തുന്നു. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പ്രിയമുള്ളവരെ, അകർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ പല വീഡിയോകളിലായി ചോദിച്ച ചോദ്യമാണത്. ആരാണ് കർമ്മം ചെയ്യുന്നത്? ആരാണ് കർമ്മഫലം അനുഭവിക്കുന്നത്? കാരണം ഈ സംശയം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അകർമ്മം എന്ന വിഷയം വളരെ വളരെ ആശയക്കുഴപ്പമുള്ളതുപോലെ തോന്നാം. ആദ്യം നമുക്ക് നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി സച്ചിദാനന്ദ ആത്മയും നിങ്ങളുടെ ഫോൾസ് ഐഡന്റിറ്റി അതായത് ജീവനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഈ ചിത്രത്തിൽ നിങ്ങൾ രണ്ട് സൂര്യനെ കാണുന്നുണ്ട്. ഒന്നാമത്തേത് യഥാർത്ഥ സൂര്യനും രണ്ടാമത്തേത് ആ സൂര്യന്റെ പ്രതിബിംബവും. സത്യത്തിൽ ഇതിൽ യഥാർത്ഥ സൂര്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി പോലെ സച്ചിദാനന്ദ ആത്മ ആണ്. രണ്ടാമത്തെ പ്രതിബിംബത്തിൽ കാണുന്ന സൂര്യനാണ് ജീവൻ, നിങ്ങളുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അടങ്ങിയത്. എന്തുകൊണ്ടാണ് പ്രതിബിംബം സംഭവിക്കുന്നത്? കാരണം പ്രതലം കണ്ണാടി ആയതുകൊണ്ടാണ്. കണ്ണാടി പൊട്ടി എന്ന് സങ്കല്പിക്കൂ. യഥാർത്ഥ സൂര്യന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അതേപോലെ നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിനും സ്ഥൂല ശരീരത്തിനും സംഭവിക്കുന്ന യാതൊന്നും യഥാർത്ഥ നിങ്ങളെ ബാധിക്കുന്നില്ല. ഇനി നമുക്ക് ആത്മാവിനെ ഒന്ന് വിശദമായി പരിചയപ്പെടാം. ആത്മാ എന്നത് പ്യുവർ കോൺഷ്യസ്നസ് ആണ്. അതൊരിക്കലും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് യാതൊരു കർമ്മവും ചെയ്യുന്നില്ല. അതൊരു സാക്ഷി ചൈതന്യം മാത്രമാണ്. അതുകൊണ്ട് കർമ്മഫലമോ കർമ്മബന്ധനമോ സംസാര ചക്രമോ അതിനെ ബാധിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരവും മനസ്സുമാണ്. അത് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അതാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. സ്വാഭാവികമായും കർമ്മഫലങ്ങളും ജീവനാണ് അനുഭവിക്കുന്നത്. ജീവൻ എന്നത് കർമ്മത്താൽ ബാധിക്കപ്പെട്ട് സംസാര ചക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ രത്ന ചുരുക്കം ഇതാണ്. നിങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന സച്ചിദാനന്ദ ആത്മ വെറും ഒരു വിറ്റ്നസ്, അതായത് സാക്ഷി ചൈതന്യം മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ ശരീരവും മനസ്സുമാകുന്ന ജീവൻ ഒരു കർമ്മിയാണ്, അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്ന ഒരാളാണ്. ഇനി നമുക്ക് എന്താണ് അകർമ്മം എന്ന് നോക്കാം. പലരും കരുതുന്നത് അകർമ്മം എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. ചിലർ ചിന്തിക്കുന്നത് ആ വാക്ക് പോലെ അകർമ്മം എന്നാൽ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കുക എന്നാണ്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ അതല്ല ഉദ്ദേശിക്കുന്നത്. അകർമ്മം എന്നാൽ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ കർമ്മത്തിന്റെ അഭാവമല്ല, മറിച്ച് കർത്തൃത്വ ബോധത്തിന്റെ അഭാവമാണ്. പ്രവൃത്തികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒരു ജ്ഞാനി വ്യക്തമായി മനസ്സിലാക്കുന്നത് ഞാൻ കർമ്മം ചെയ്യുന്നവനുമല്ല, ഞാൻ എന്നത് സാക്ഷി ചൈതന്യമാണ്. ഈ കർമ്മങ്ങളെല്ലാം എൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. എന്നാൽ ഞാൻ ഒന്നിലും പങ്കെടുക്കുന്നില്ല. ഞാൻ സച്ചിദാനന്ദ ആത്മ ആണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് നൈവ കിഞ്ചിത് കരോമി. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ചിത്രത്തിലെ താമരയിലെ ശ്രദ്ധിക്കൂ. എപ്പോഴും വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നുണ്ട്. എങ്കിലും ഒരു തുള്ളി വെള്ളം പോലും താമരയിലയിൽ പറ്റിപ്പിടിക്കുന്നില്ല. അതേപോലെ അകർമ്മത്തിന്റെ തലത്തിലെത്തിയ ഒരു ജ്ഞാനി എത്ര കർമ്മങ്ങൾ ചെയ്താലും ഒരിക്കലും കർമ്മബന്ധനം ബാധിക്കാതെ നിലനിൽക്കുന്നു. വേദാന്തത്തിന്റെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, ഒരു സൂര്യന്റെ ഉദാഹരണമാണ് വേദാന്തം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഉദാഹരണത്തിലൂടെ അകർമ്മം എന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. നിങ്ങൾ ഈ ആദ്യത്തെ ചിത്രം ശ്രദ്ധിക്കൂ. ഇത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ്, ഒരുപാട് ജോലികൾ നടക്കുന്ന സ്ഥലം. എന്നാൽ ഇപ്പോൾ മുഴുവൻ ഇരുട്ടാണ്, അവിടെ കാര്യമായ ഒരു ജോലിയും നടക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ എല്ലാ ജോലികളും തകൃതിയായി നടക്കുന്നു, എല്ലാ മെഷീനറികളും പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലെ എല്ലാ ജോലിയും സാധ്യമാക്കുന്നത് ആരാണ്? നിങ്ങൾക്കറിയാം, അത് സൂര്യനാണ്. കാരണം സൂര്യപ്രകാശം ഉള്ളതുകൊണ്ടാണ് എല്ലാ തൊഴിലാളികൾക്കും ജോലി ചെയ്യാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം വളരെ ശ്രദ്ധിക്കണം. എന്നാൽ സൂര്യൻ എന്തെങ്കിലും ജോലി ഇവിടെ ചെയ്യുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു നിമിഷം ഈ രണ്ട് ചോദ്യങ്ങളെക്കുറിച്ചും അതിന്റെ ഉത്തരത്തെക്കുറിച്ചും ചിന്തിക്കൂ. നിങ്ങൾ നോക്കൂ, സൂര്യന്റെ സാന്നിധ്യമില്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ സൈറ്റിലെ യാതൊരു ജോലിയും ശരിക്കും നടക്കാൻ സാധിക്കില്ല. എന്നാൽ അതിലെ ഒരു ജോലിയിലും സൂര്യൻ നേരിട്ട് പങ്കെടുക്കുന്നില്ല. സൂര്യൻ വെറുതെ പ്രകാശിക്കുന്നു.
ആ സൂര്യപ്രകാശത്തിന്റെ അല്ലെങ്കിൽ ആ സൂര്യന്റെ സാന്നിധ്യത്തിൽ എല്ലാ കർമ്മങ്ങളും എല്ലാ ജോലികളും നടക്കുന്നു. ഇതേപോലെ ആത്മാവിന്റെ സാന്നിധ്യമില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും പ്രവർത്തിക്കുകയില്ല. എന്നാൽ ആത്മാവ് ഒരിക്കലും ഒന്നിലും പങ്കെടുക്കാതെ സാക്ഷി ചൈതന്യമായി നിലനിൽക്കുന്നു. ഈ അവസ്ഥയിൽ എത്തുന്നതിനെയാണ് അല്ലെങ്കിൽ ഈ തിരിച്ചറിവിനെയാണ് അകർമ്മം എന്ന് വിളിക്കുന്നത്. ഇതാണ് കർമ്മത്തിന്റെ അവസാന രഹസ്യം. അതായത് നിങ്ങളുടെ ആത്മാവ് യാതൊന്നും ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങളുടെ ആത്മാവിന്റെ സാന്നിധ്യമില്ലാതെ യാതൊരു കർമ്മവും സംഭവിക്കുകയുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നൈവ കിഞ്ചിത് കരോമി ഇതി, ഐ ഡോണ്ട് ഡു എനിത്തിങ്, ഞാൻ എന്ന സച്ചിദാനന്ദ ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഇനി നമുക്ക് കർമ്മം, വികർമ്മം, അകർമ്മം എന്നത് ചുരുക്കി ഒന്ന് മനസ്സിലാക്കാം. ഒരു അജ്ഞാനി കർമ്മവും വികർമ്മവും ചെയ്യുന്നു. സ്വാഭാവികമായും കർമ്മബന്ധനത്തിൽ അകപ്പെടുന്നു. ഒരു അജ്ഞാനിയുടെ മനോഭാവം ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു എന്നാണ്. എന്നാൽ ഒരു കർമ്മയോഗി അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെല്ലാം ഈശ്വര സമർപ്പണമായി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കർമ്മബന്ധനത്തിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് കടക്കാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു ജ്ഞാനി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ജ്ഞാനിയുടെ ഉള്ളിൽ ഉള്ള ഭാവം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. കർമ്മം ചെയ്യുന്നത് സൂക്ഷ്മ ശരീരമാണ്, കർമ്മഫലം അനുഭവിക്കുന്നതും സൂക്ഷ്മ ശരീരമാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സൂക്ഷ്മ ശരീരം എന്നത് ഒരു ഘടകമല്ല, മറിച്ച് 19 ഘടകങ്ങൾ ചേർന്നതാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണനുകൾ, അന്ധകരണത്തിന്റെ 4 ഭാഗങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ്, ഈ 19 ഘടകങ്ങൾ ചേർന്നാണ് നിങ്ങളുടെ സൂക്ഷ്മ ശരീരം. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും, ഈ 19 ഘടകങ്ങളും നമ്മളുടെ കർമ്മബന്ധനത്തിനും പുനർജന്മത്തിനും കാരണമാകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഈ 19 ഘടകത്തിലെ ഒരേ ഒരു ഘടകം മാത്രമാണ് നിങ്ങളുടെ കർമ്മബന്ധനത്തിനും പുനർജന്മത്തിനും കാരണമാകുന്നത്. അതാണ് അഹങ്കാരം എന്ന ഘടകം. അഹങ്കാരം എന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഈഗോ എന്ന് പറയുന്നു. അതായത് ദ ഐ തോട്ട്, ഞാൻ എന്ന ചിന്തയാണ്. സത്യത്തിൽ അഹങ്കാരം എന്നത് ഒരുപാട് ചിന്തകളിൽപ്പെട്ട ഒരു ചിന്തയാണെങ്കിലും ആ ചിന്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എന്ന ചിന്തയാണത്. അതാണ് ഞാൻ, എന്റേത്, എനിക്കുള്ളത് എന്ന ഭാവം നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഈ അഹങ്കാരമാണ് നമ്മളെ കർമ്മബന്ധനത്തിൽ അകപ്പെടുത്തുന്നത്. വേദാന്തം വളരെ പ്രധാനമായി കാണുന്ന വിഷയങ്ങളിൽ ഒന്നാണ് അഹങ്കാരം. പല വേദാന്ത ഗ്രന്ഥങ്ങളും ഈ അഹങ്കാരത്തിന് വേണ്ടി മാത്രം, ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം രചിച്ചിട്ടുണ്ട്. ഞാൻ, എന്റേത്, എനിക്കുള്ളത്, അങ്ങനെ 100 ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഈ അഹങ്കാരം കൊണ്ടുവരുന്നു. ഈ അഹങ്കാരം സർവവ്യാപിയായി നിലനിൽക്കുന്നു. അതുകൊണ്ട് വേദാന്തം പറയുന്നത്, നിങ്ങൾ അഹങ്കാരത്തെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കർമ്മബന്ധനത്തിൽ നിന്നും സ്വതന്ത്രരാകാമെന്നാണ്. ഇന്ന് നമ്മൾ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അഹങ്കാരത്തെ കുറച്ച് വിശദമായി മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സ് എന്ന വീഡിയോ സീരീസിൽ അഹങ്കാരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ ഒരു വീഡിയോ അറിയാം മനസ്സിന്റെ 6 ശത്രുക്കൾ എന്നത് അഹങ്കാരത്തെക്കുറിച്ചുള്ളതാണ്. അഹങ്കാരത്തിന്റെ 4 തലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അഹങ്കാരം എങ്ങനെ കർമ്മബന്ധം സൃഷ്ടിക്കുന്നു, വേദാന്തം ചൂണ്ടിക്കാണിക്കുന്ന 3 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഹങ്കാരം ആദ്യം ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നൽകുന്നുണ്ട്. അതാണ് ദ സെൻസ് ഓഫ് ഐഡന്റിറ്റി. അപ്പോൾ അഹങ്കാരം ആദ്യം ചെയ്യുന്നത് ഒരു സെൻസ് ഓഫ് ഐഡന്റിറ്റി സൃഷ്ടിക്കുക എന്നതാണ്. അതിൽ നിന്ന് ഞാൻ എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്ന ചോദ്യത്തിന് അഹങ്കാരം ഉത്തരം നൽകുന്നു. അതാണ് സെൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി. നിങ്ങൾക്കൊരു സെൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി അഹങ്കാരം സൃഷ്ടിക്കുന്നു. മൂന്നാമതായി, ഞാൻ ഏത് തരത്തിലുള്ള വ്യക്തിയാണ്, വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ആം ഐ എന്ന് ചോദിക്കുമ്പോൾ അഹങ്കാരം നിങ്ങൾക്കൊരു സെൽഫ് ഡെഫിനിഷനും തരുന്നുണ്ട്. ഈ 3 രീതിയിലാണ് അഹങ്കാരം കർമ്മബന്ധത്തെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ 3 അടിസ്ഥാനമാക്കിയായിരിക്കും. ഈ 3 അടിസ്ഥാനമാക്കി നടത്തുന്ന എല്ലാ കർമ്മങ്ങളും കർമ്മബന്ധനത്തെ ഉണ്ടാക്കുന്നു.
അതെങ്ങനെ സംഭവിക്കുന്നെന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് അഹങ്കാരത്തിന്റെ ഐഡന്റിറ്റിയാണ്. ഞാൻ എന്നത് തെറ്റിദ്ധാരണയിൽ നിങ്ങൾ ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, അച്ഛനാണ്, അമ്മയാണ്, ബിസിനസ്മാൻ ആണ്, ടീച്ചറാണ്, അങ്ങനെ പലതരത്തിലുള്ള ഐഡന്റിറ്റീസ് കൊണ്ടുവരുന്നു. ഇതിൽ നിന്ന് രണ്ടാമത്തെ ഇൻഡിവിജ്വാലിറ്റി ക്രിയേറ്റ് ആവുന്നു. എന്റെ സന്തോഷം, എന്റെ പ്രശ്നങ്ങൾ, എന്റെ കടമകൾ, എന്റെ ഉത്തരവാദിത്തങ്ങൾ, എന്റെ ഉയർച്ച, എന്റെ താഴ്ച, ഇതെല്ലാം വരുന്നു. അവസാനമായി നിങ്ങളൊക്കെ ഒരു സെൽഫ് ഡെഫിനിഷൻ കൊണ്ടുവരുന്നു. ഞാൻ വിജയിയാണ്, ഞാൻ പരാജിതനാണ്, അല്ലെങ്കിൽ ഞാൻ നല്ലവനാണ്, ഞാൻ സ്പിരിച്വൽ ആണ്, ഇതുപോലെയുള്ള ഐഡന്റിറ്റീസും കൊണ്ടുവരുന്നു. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഞാൻ നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ചേർത്തായിരിക്കും പറയുന്നിട്ടുണ്ടാവുക. ഇതെല്ലാം കേവലം വ്യക്തിപരം മാത്രമായി മാറുന്നു. ഇതിലൊന്നും യാഥാർത്ഥ്യം ഉണ്ടാകുന്നില്ല. ഇത് നമ്മളെ കർമ്മബന്ധത്തിലേക്കും സംസാര ചക്രത്തിൽ അകപ്പെടുത്തുന്നതിനും കാരണമായി തീരുന്നു. പ്രിയമുള്ളവരെ, ഇനിയാണ് വേദാന്തത്തിന്റെ മാജിക് സംഭവിക്കാൻ പോകുന്നത്. വേദാന്തം ഈ അഹങ്കാരത്തെ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. കാരണം അഹങ്കാരമില്ലാതെ നമുക്ക് ഒരു വ്യവഹാരവും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ അജ്ഞാനിയായ അഹങ്കാരം, അതായത് ദ ഇഗ്നറന്റ് ഈഗോ, വേദാന്തം ജ്ഞാനത്തിലൂടെ ഇതിനെ ഒരു എൻലൈറ്റൻഡ് ഈഗോ അല്ലെങ്കിൽ ജ്ഞാനിയായ ഒരു അഹങ്കാരമാക്കി തീർക്കുന്നു. സാധാരണ ഒരു കല്ലിനെ മിനുക്കി ഒരു വജ്രമാക്കി തീർക്കുന്നത് പോലെ നമ്മുടെ അജ്ഞാനമായ അഹങ്കാരത്തെ വേദാന്ത പ്രക്രിയയിലൂടെ ജ്ഞാനിയായ അഹങ്കാരമാക്കി മാറ്റുന്നു. അതിന് വേദാന്തത്തിന് ചില മെത്തേഡ്സ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് വേദാന്ത പ്രക്രിയാസ്. പ്രിയമുള്ളവരെ, നമ്മളുടെ അടുത്ത വീഡിയോ സീരീസ് വേദാന്ത പ്രക്രിയകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വേദാന്തം ഇവിടെ എന്താണ് ചെയ്യുന്നത്? അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അഹങ്കാരത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. ജ്ഞാനമാകുന്ന അഗ്നിയിൽ അഹങ്കാരത്തെ സ്ഫുടം ചെയ്ത് ഒരു എൻലൈറ്റൻഡ് ഈഗോ, ജ്ഞാനിയായ ഒരു അഹങ്കാരമാക്കി തീർക്കുന്നു. അജ്ഞാനത്തിലുള്ള അഹങ്കാരം പറഞ്ഞിരുന്നത് ഞാൻ ശരീരവും മനസ്സുമാണ്, ഞാനാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ജ്ഞാനിയായ അഹങ്കാരം പറയുന്നത് ഞാൻ സച്ചിദാനന്ദ ആത്മാ ആണ്, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ഒരു കർമ്മവും ചെയ്യാത്ത അകർത്ത ആണ് എന്നാണ് പറയുന്നത്. ഈ ഒരു മാറ്റം വളരെ വലിയൊരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഈ ഒരു മനോഭാവത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമ്മളെ ബന്ധിക്കുന്നില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ യാതൊരു മാറ്റവും സംഭവിച്ചതുപോലെ നമുക്ക് തോന്നില്ല. എന്നാൽ ഈ മാറ്റം തീർത്തും ആന്തരികമായിട്ടുള്ള മാറ്റമാണ്, ആത്മീയമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം മനസ്സിലാക്കി നമുക്ക് ഈ വീഡിയോ സീരീസ് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, അജ്ഞാനമുള്ള ഒരു അഹങ്കാരം നമുക്കുണ്ടായിരുന്നു. വേദാന്ത പ്രക്രിയകളിലൂടെ, സാധനകളിലൂടെ, ജ്ഞാനത്തിലൂടെ നമ്മൾ ആ അഹങ്കാരത്തെ ജ്ഞാനമുള്ള അഹങ്കാരം, അതായത് എൻലൈറ്റൻഡ് ഈഗോ ആക്കി മാറ്റി. ഇനി ചോദ്യം ഇതാണ്, ഒരു ജ്ഞാനിയുടെ അല്ലെങ്കിൽ എൻലൈറ്റൻഡ് ഈഗോ ആയ ഒരാളുടെ സൂക്ഷ്മ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, അജ്ഞാനിയായ ഒരു ജീവന്റെ സൂക്ഷ്മ ശരീരം മരണത്തിന് ശേഷം അടുത്ത ജന്മത്തിലേക്ക് പോകുന്നു, അടുത്ത ശരീരം തേടി പോകുന്നു. വേദാന്തം അതിനെ ഫലഭൂയിഷ്ടമായ ഒരു വിത്തിനോടാണ് ഉപമിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു വിത്ത്, ഒരു മരം അവസാനിക്കുമ്പോൾ വിത്ത് ബാക്കിയാകുന്നു. ആ വിത്ത് അടുത്ത മരത്തെ സൃഷ്ടിക്കുന്നു. അതേപോലെ സൂക്ഷ്മ ശരീരം ബീജ അവസ്ഥയിലാണ് ഉണ്ടാവുക. ഈ സൂക്ഷ്മ ശരീരം അടുത്ത ജന്മം, പുനർജന്മത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. എന്നാൽ ഒരു ജ്ഞാനിയുടെ സൂക്ഷ്മ ശരീരത്തെ വേദാന്തം വിളിക്കുന്നത് ദഗ്ധ ബീജം എന്നാണ്. അതായത് റോസ്റ്റഡ് സീഡ്, തീയിലിട്ട് വറുത്ത ഒരു വിത്ത് പോലെയാണെന്ന് വേദാന്തം പറയുന്നു. എന്താണ് റോസ്റ്റഡ് സീഡിന്റെ പ്രത്യേകത? അത് ഒരു വിത്താണെങ്കിലും ഒരിക്കലും മുളയ്ക്കുകയില്ല. കാരണം അതിലെ അജ്ഞാനം മുഴുവനും ഇല്ലാതായിരിക്കുന്നു. അത് നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും പുനർജന്മം സംഭവിക്കുന്നില്ല. സൂക്ഷ്മ ശരീരം ബീജാവസ്ഥയിലാണുള്ളതെന്ന് നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ മനസ്സിലാക്കി. അപ്പോൾ അജ്ഞാനിയായ ഒരാളുടെ സൂക്ഷ്മ ശരീരം ഫലഭൂയിഷ്ടമായ ഒരു വിത്തായി ഇരിക്കുന്നത് പോലെ ഒരു ജ്ഞാനിയുടെ സൂക്ഷ്മ ശരീരം ദഗ്ധ ബീജമായി മാറുന്നു, ഒരു വറുത്തു കോരിയ വിത്തായി മാറുന്നു, ഒരിക്കലും മുളയ്ക്കാൻ കഴിയാത്ത ഒരു വിത്തായി മാറുന്നു. അങ്ങനെ നിങ്ങൾ കർമ്മചക്രത്തിൽ നിന്ന് മോചനം നേടുന്നു, സംസാര ചക്രത്തിൽ നിന്ന് മോചനം നേടുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കർമ്മം ചെയ്യാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ശരീരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, പ്രകൃതി അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു.
കർമ്മങ്ങൾ അല്ല നിങ്ങളെ ബന്ധിപ്പിക്കുന്നത്. ബന്ധനം ആരംഭിക്കുന്നത് അഹങ്കാരം അതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുമ്പോഴാണ്. ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ ഫലം അനുഭവിക്കുന്നു. ഈ അഹങ്കാര ഭാവമാണ് എല്ലാ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത്. അത് അജ്ഞാനം മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിനുള്ള പരിഹാരം കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതല്ല, മറിച്ച് ആത്മജ്ഞാനം നേടലാണ്. എന്റെ യാഥാർത്ഥ്യം സച്ചിദാനന്ദ ആത്മാവാണെന്ന് തിരിച്ചറിയുമ്പോൾ കർത്തൃത്വബോധം അലിഞ്ഞ് ഇല്ലാതാകുന്നു. അഹങ്കാരം ജ്ഞാനിയായി മാറുന്നു. പുനർജന്മത്തിനുള്ള വിത്ത് ദഗ്ധ ബീജമായി മാറുന്നു. കർമ്മത്തിനെ ബന്ധിപ്പിക്കാനുള്ള ശക്തി ഇല്ലാതാകുന്നു. അകർമ്മമാണ് കർമ്മത്തിന്റെ അവസാന രഹസ്യം. പ്രിയമുള്ളവരെ, കർമ്മ ആൻഡ് ഫ്രീഡം എന്ന വീഡിയോ സീരീസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസാണ് വേദാന്ത ഇൻ സിമ്പിൾ ലോജിക്. വേദാന്തത്തിന്റെ ആഴത്തിലുള്ള ജ്ഞാനങ്ങളെ വളരെ ലളിതമായും ലോജിക്കലായും അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസാണിത്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.